ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 16 ചൊവ്വാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 5 മണിക്ക് പുതുതായി ഒരു റേഷൻ കാർഡിൻ്റെ വിതരണം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിൻ്റെ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് നിലവിൽ നമുക്ക് 4 റേഷൻ കാർഡുകളാണ് ഉള്ളത്. ഒന്ന് മഞ്ഞ നിറത്തിലുള്ള AAY കാർഡ്, രണ്ടാമത് PHH എന്ന് പറയുന്ന പിങ്ക് നിറത്തിലുള്ള പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട കാർഡ്, മൂന്നാമത്തേത് പൊതുവിഭാഗം സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല നിറത്തിലുള്ള കാർഡ്, അതിനുശേഷം വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡ്, നോൺ സബ്സിഡി നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട വെള്ള നിറത്തിലുള്ള കാർഡ്. എന്നാൽ ഇന്ന് മുതൽ ഒരു റേഷൻ കാർഡ് കൂടി നമുക്ക് വരികയാണ്. NPI അതായത് പൊതുവിഭാഗം ഇൻസ്റ്റിറ്റ്യൂഷൻ റേഷൻ കാർഡാണ് പുതുതായി ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇന്ന് 15/2/2021 വൈകുന്നേരം കോട്ടയത്ത് വെച്ച് നടക്കുകയുണ്ടായി. നമ്മുടെ ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും കാർഡിൻ്റെ വിതരണവും നടത്തുകയുണ്ടായി. അധ്യക്ഷനായി മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇനിയൊരു പൊതുവിഭാഗം റേഷൻ കാർഡ് കൂടി വരികയാണ്. അതായത് അന്തേവാസികളായി വിവിധ സ്ഥാപനങ്ങളിൽ കഴിയുന്ന ആളുകൾക്കാണ് ഈ ഒരു റേഷൻ കാർഡ് ലഭിക്കുക. ഈ റേഷൻ കാർഡ് അപേക്ഷിക്കുന്ന ആളുകൾ ആധാർ കാർഡ് അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷിക്കുക. ഇവർക്ക് രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും റേഷൻ കാർഡോ റേഷൻ കാർഡിൽ പേരോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നിബന്ധന. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡിന് പുറമെ ഇനി ബ്രൗൺ കളർ റേഷൻ കാർഡ് കൂടി വന്നിട്ടുണ്ട്. റേഷൻ കാർഡിൻ്റെ നിലവാരം APL വിഭാഗത്തിലായിരിക്കും. അതായത് നമുക്ക് സംസ്ഥാന സബ്സിഡി വിഭാഗ അരിയൊക്കെ ലഭിക്കുന്ന നീല റേഷൻ കാർഡിന് തുല്യമായിട്ടുള്ള റേഷൻ കാർഡ് തന്നെയായിരിക്കും പൊതുവിഭാഗം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രൗൺ കളർ റേഷൻ കാർഡ്. അതിന് മുകളിൽ തന്നെയായിരിക്കും വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡ് ഉണ്ടാകുക. കൂടാതെ പെട്ടെന്ന് അപേക്ഷിച്ച് നമുക്ക് കൈപ്പറ്റാവുന്ന റേഷൻ കാർഡ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു. ഇലക്ട്രോണിക് റേഷൻ കാർഡ് എന്ന പേരിൽ. അതിൻ്റെ മോഡലാണ് ഈ കാണുന്നത്. ഇനി ഫെബ്രുവരി 16 നാളെ ചൊവ്വാഴ്ച ദിവസത്തെ റേഷൻ വിതരണത്തിലേക്ക് വന്നാൽ, നാളത്തെ റേഷൻ വിതരണം ഫെബ്രുവരി മാസത്തെ എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും എല്ലാ ആളുകൾക്കും വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ജനുവരി മാസത്തെ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണവും നടക്കുന്നുണ്ട്. അതും എല്ലാ ആളുകൾക്കും വാങ്ങാവുന്നതാണ്. കാർഡിൻ്റെ നിറമൊന്നും നോക്കേണ്ടതില്ല. എല്ലാ റേഷൻ കാർഡുകാർക്കും അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും പെട്ടെന്ന് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാനുള്ളത്. അതായത് ഈ മാസം 28 ദിവസമാണ് ഉള്ളത്. അതിൽ 28ാമത്തെ ദിവസം 28ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് 27ാം തീയതി വരെയാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഉണ്ടാകുക. ഇനി അടുത്ത മാസം ഈ ഒരു മാസത്തെ റേഷൻ വിഹിതം എത്ര ദിവസം നീട്ടി നൽകും എന്ന് പറയാനാകില്ല. ചിലപ്പോൾ ഒരാഴ്ച നീട്ടി നൽകിയേക്കാം, അല്ലെങ്കിൽ 2 ദിവസം മാത്രമാണ് ഉണ്ടാകുക. കാരണം ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ജനുവരി 2 വരെ മാത്രമായിരുന്നു. ഒരു ദിവസം മാത്രമാണ് നമുക്ക് അധികമായി നീട്ടി നൽകിയത് എന്ന് ഓർക്കുക. അപ്പോൾ ഇനിയും ഭക്ഷ്യവിഹിതങ്ങൾ കൈപ്പറ്റാൻ ബാക്കിയുള്ള ആളുകൾ ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളും ജനുവരി മാസത്തെ കിറ്റും കൈപ്പറ്റാൻ ബാക്കിയുള്ള ആളുകൾ ഉടൻ തന്നെ റേഷൻ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.